നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മത്സരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇക്വഡോർ ജർമ്മനിയെ പരാജയപ്പെടുത്തി. എല്ലാം കഴിഞ്ഞതിന് ശേഷം തുർക്കി ഒരു ജയം സ്വന്തമാക്കിയിട്ടുണ്ട്, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെങ്കിലും. അപ്പോൾ അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേൾഡ് കപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ബ്രസീലിൻ്റെ എതിരാളികൾ ആരാണ് എന്നുള്ളത് തീരുമാനമായി. ജപ്പാനെതിരെയാണ് ബ്രസീൽ കളിക്കേണ്ടത്. അപ്പോൾ ഈ കളികളൊക്കെ വിലയിരുത്താനും ഇനിയിപ്പോൾ അടുത്ത മത്സരങ്ങളുടെ സ്വഭാവം എന്താവുമെന്നുള്ളതൊക്കെ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാനൊക്കെ നമ്മുടെ കൂടെ കളി നിരീക്ഷകൻ ഷിയാബ് സാറുണ്ട്. സോ വെൽക്കം ഷിയാബ് സാർ. താങ്ക് യു. നമ്മൾ ജർമ്മനി വേഴ്സസ് ഇക്വഡോർ മാച്ച് തുടങ്ങാൻ തോന്നുന്നു. ജർമ്മനി വളരെ മികച്ച രൂപത്തിലാണ് കൊർസാവോക്കെതിരെ കളിച്ചതെങ്കിലും രണ്ടാമത്തെ കളിയിൽ ഐവറി കോസ്റ്റിനോട് രക്ഷപ്പെട്ടു പോവുകയാണ്. അവസാനം ഇപ്പം ഇത് കൃത്യമായിട്ട് ഇക്വഡോർ തോൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തു പറയുന്നു? ഇക്വഡോർ ഡിസേർവ് ചെയ്തൊരു വിജയമാണ്. അതെ, നല്ല രീതി. സത്യത്തിൽ ഇക്വഡോർ ഒരു ടൂർണമെന്റ് ഡാർക്ക് ഹൗസ് ആകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നതാണ്. കോൺമൊബൈലിൽ നല്ല രീതിയിൽ പെർഫോമൻസ് അർജന്റീന തൊട്ട് താഴേക്ക് വന്നതാണ്. പക്ഷേ അവസാനം തോൽപ്പിക്കുകയും ചെയ്തിരുന്നു. ഷർബാഗോഷ തുടക്കത്തിലുള്ള കുർസാവായിട്ടുള്ള സമനില, അതേപോലെ ഐവറി കോസ്റ്റിന് ഒരു ഗോളിന് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായത് എന്നുള്ളതാണ്. പക്ഷെ അവസാനം ഒരു ഹീറോയിക് ആയിട്ടുള്ള ഒരു റെസീലിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്, കംബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് തിരിച്ചുവരവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്വഡോറിൻ്റെ. പക്ഷെ അവർ എന്ത് ചെയ്യാനും തയ്യാറായിരുന്നു എന്നുള്ളതാണ് വിജയിക്കാൻ വേണ്ടിയിട്ട്. അത്തരത്തിലാണ് ശരിക്കും ഹൃദയം കൊണ്ടാണ് അവർ കളിച്ചു തത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് വന്നാലും ജയിച്ച് തീരൂ എന്നുള്ളൊരു വാശിയിലാണ് സിറ്റുവേഷൻ കളിച്ചിട്ടുള്ളത്. അവസാനം ജർമ്മനി നേരെ തിരിച്ചുള്ളൊരു അപ്രോച്ച് ആയിരുന്നില്ല. അതായത് ഓൾറെഡി ഒരു റൗണ്ട് ഓഫ് 16 റൗണ്ട് ഓഫ് 32 ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അപ്രോച്ചിലേക്ക് ജർമ്മനി പോയോ? ജർമ്മനിക്ക് പൊതുവെ സാധാരണ കഴിഞ്ഞ 2 വേൾഡ് കപ്പുകൾ തുടക്കത്തിൽ നിരാശാജനക പ്രകടനമായിരുന്നു അങ്ങനെ വന്നിരുന്നത്. ഇപ്രാവശ്യം എന്ന് പറയുന്നത് 1-2 മത്സരം വിജയിച്ചു. ഓൾറെഡി അവരെ സംബന്ധിച്ചിടത്തോളം ഇനി അടുത്ത 3ാം സ്ഥാനക്കാരൊക്കെയാണ് നേരിടാനുള്ളത്. അതെ അതെ. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനത്തെ ഒരു കംപ്ലസൻ്റ് ആയിട്ട് ഒരു അലസത വന്നോ എന്നുള്ളത് ആറ്റിറ്റ്യൂഡ്. പക്ഷേ അത്രമാത്രം അലസത എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ അതിനേക്കാൾ ഞാൻ കാണുന്നത് ഇക്വഡോർ നല്ല രീതിയിൽ, കാരണം അവർക്ക് ഒന്നുകൂടി വിജയദാഹം കൂടുതലായിട്ട് ഇക്വഡോറിനായിരുന്നു എന്നുള്ളതാണ്. പിന്നെ അതിലെ ഗോളുമായി ബന്ധപ്പെട്ട ഒരു വിഷയം എനിക്ക് തോന്നിയിട്ടുള്ളത് മാനുവൽ നോയറുടെ പെർഫോമൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ മാനുവൽ നോയർ തിരിച്ചു വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ടെസ്റ്റ് ടേക്കിനുള്ള ഒരു പരിക്കും പിന്നെ അതേപോലെ തന്നെ പോരാന്നുള്ളൊരു തോന്നലാണ് നാഗൽസ്മാൻ കൺവിൻസ് ചെയ്യിപ്പിച്ചതായിരിക്കാം. പക്ഷെ ഒരു വ്യത്യാസം എനിക്ക് റിട്ടയർ 40ാം വയസ്സിൽ വിരമിച്ച് തിരിച്ചു വരുന്നതും ഒരു മെസ്സി ഇതേപോലെ തന്നെ 2016 വിരമിച്ചിരുന്ന, പക്ഷെ അത് 29ാം വയസ്സിലാണ്. 29 വയസ്സിൽ തിരിച്ചു വരുമ്പോൾ ഒന്നുകൂടി ദാഹം ഉണ്ടാവും, നേടണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാവും. പക്ഷെ മാനുവലിന്റെ കേസിൽ ഓൾറെഡി വേൾഡ് കപ്പ് വിന്നറാണ്. സ്വാഭാവികമായിട്ട് അത്രമാത്രം ഒരു ഫയർ ഉള്ളിൽ ഉണ്ടാകുമോ എന്നുള്ളതിനെ കുറിച്ച് ഒരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കെന്നെ സംബന്ധിച്ചോളം 2ാമത്തെ ഗോൾ ഉണ്ടായിരുന്നല്ലോ, 2ാമത്തെ ഗോളില് ഒന്നുകൂടി വളരെ ലേറ്റ് ആയിട്ടാണ് റിയാക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ബോൾ ഇങ്ങോട്ട് വന്നോട്ടെ പിടിക്കുക എന്നുള്ള രീതിയിലൊക്കെയാണ് കുറച്ചൊരു സമയം. കാരണം ഇക്വഡോറിന്റെ ഭാഗത്ത് എന്ന് പറയുന്നത് they were ready to do anything. ഒരു ഗോൾ അടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് അത്രമാത്രം ഒരു ആറ്റിറ്റ്യൂഡ്. കാരണം നമുക്ക് അവർ വിജയിച്ചതിന് ശേഷമുള്ള ആഘോഷം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്നുള്ളതാണ്. അത് കൊർസാവയുമായി ബന്ധപ്പെട്ട വഴങ്ങിയ സമനിലകൾ ഉണ്ടല്ലോ, അതിൽ തന്നെ എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ ഒന്നൊരു യങ്ങർ ഗോൾ കീപ്പർ ആയിരുന്നെങ്കിൽ ഒന്നുകൂടി നമ്മൾ ആ റിഫ്ലക്സ് റിയാക്ഷൻ ഒന്നുകൂടി വളരെ പെട്ടെന്ന് ചെയ്തിട്ട് സേവ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ളത്. 7-1 ജയിച്ച കളിയിൽ 7-1 ഒരു ഗോൾ അടിച്ചപ്പോൾ കുർസാവോ തിരിച്ചടിച്ച ഗോളിലാണ് ഞാൻ പറയുന്നത്. പക്ഷെ അത് ഡിഫ്ലക്ഷൻ ഉണ്ടായിരുന്നു എന്നാണ് ന്യൂ ഇയർ പിന്നെ. പക്ഷെ എന്നാലും റിയാക്ഷൻ പക്ഷെ സമയം ഉണ്ടായിരുന്നുള്ളത് സമയം ഉണ്ടായിരുന്നുള്ളതാണ്. പക്ഷെ ഇതിൽ നമുക്ക് ഫസ്റ്റ് ഗോൾ നമുക്ക് പറയാൻ പറ്റില്ല, ഒന്നുകൂടി മറവുണ്ടായിരുന്നു, പ്ലേയേഴ്സിന്റെ ഒരു മറവുണ്ടായിരുന്നുള്ളതാണ്. ഏതായാലും ജർമ്മനി ഇങ്ങനെ 2-1 പരാജയപ്പെട്ടു. പലരും വലിയ അത്ഭുതമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യമൊന്നുമില്ല, കാരണം ഇക്വഡോർ കിടിലൻ ടീമാണ്. അതിപ്പോൾ കളി കൃത്യമായി ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അത് മനസ്സിലാക്കുന്ന കാര്യമാണ്. അതല്ലാതെ ഇരിക്കുന്നവർക്കാണ് ഇതിൽ ജർമ്മനിയൊക്കെ ഇക്വഡോർ തോൽപ്പിച്ചോന്ന് തോന്നുന്നത്. അങ്ങനെ തോന്നേണ്ട കാര്യമൊന്നുമില്ല. മാത്രമല്ല ഇതിൽ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ജർമ്മനിക്ക് ഇതിപ്പോൾ ജയിച്ചാലും അവർക്ക് ഓൾറെഡി അവർ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവുന്ന ഉറപ്പാണ്. അപ്പുറത്ത് ഇനി എതിരാളി ഇത് ജയിച്ചത് കൊണ്ട് അതിൽ മാറ്റം വരാനൊന്നുമില്ല. ഫീലും വന്നിട്ടുണ്ടാവണം, തീർച്ചയായിട്ടും ഉണ്ടാവും. അങ്ങനത്തെ ഒരു മനോഭാവം ഒരു പക്ഷേ ഉണ്ടാവാൻ പ്രകടനത്തിൽ പക്ഷേ അവർ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത്. പക്ഷെ ഒന്നുമല്ല, കാരണം വളരെ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഡിഫൻസ്,
ഒരു റെസല്യൂട്ട് ആയിരുന്ന ഒരു വളരെ ഡിറ്റർമൈൻഡ്, എന്ത് വില കൊടുത്തിട്ട് എങ്ങനെയും ചെയ്യാതെ, കാരണം രണ്ടാമത്തെ മിനിറ്റിൽ ഗോൾ അടിച്ച് ഉടനെ തന്നെ അത് തിരിച്ചടിക്കണോ. അപ്പൊ അത്രമാത്രം ആക്ച്വലി ജീവൻ കൊടുക്കാൻ അവർ തയ്യാറായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഡിഫൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ വില്യം പാച്ചോ ഒക്കെയാണ് അവിടെ ഉള്ളത്. PSG സെൻട്രൽ ബാക്ക് ഒക്കെയാണ്. അതാണ് പലർക്കും ഇത് കളി കൃത്യമായി ഫോളോ ചെയ്യാത്തതുകൊണ്ടുള്ള ഒരു പ്രശ്നം മാത്രമേ ഇതിലുള്ളൂ. മൊയ്സസ് കൈസേഡോ, പാച്ചോ തുടങ്ങിയ താരങ്ങളുള്ള ഇക്കഡോർ കരുത്തുറ്റ ടീമാണ്. അവരെന്തുകൊണ്ട് ആദ്യത്തെ 2 കളി ജയിച്ചില്ല എന്നുള്ള കാര്യത്തിൽ മാത്രമേ അത്ഭുതപ്പെടാനുള്ളൂ. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇക്കഡോറിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ കഴിഞ്ഞ വേൾഡ് കപ്പിൽ തന്നെ ഒരു നല്ല ടീമായിട്ട് വളരുന്നു എന്നുള്ളൊരു സൂചന തന്നിട്ടുണ്ടായിരുന്നു. ഒരു 4 കൊല്ലം കൂടി ആകുമ്പോൾ ഒന്നുകൂടി മെച്ചുവേർഡായി എന്നുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ അവർക്കുള്ള. 2013-14 റാങ്കിങ്ങിൽ, വേൾഡ് റാങ്കിൽ 10 വരെ എത്തിയിട്ടുണ്ട് ഇക്വഡോർ. 2006 ഇപ്പോൾ അവസാനമായിട്ട് അവർ നോക്കൗട്ട് സ്റ്റേജിൽ കടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും കഴിഞ്ഞ വേൾഡ് കപ്പിലും തന്നെ കുഴപ്പമില്ലാത്തൊരു നല്ലൊരു ഗ്രോത്ത് ഒക്കെ കാണിച്ചിരുന്നു. കളിയിലൊക്കെ മുന്നോട്ട് പോയില്ലെങ്കിലും സാധ്യത അവർ കളി മേച്ചതായിരുന്നു വേൾഡ് കപ്പിലും. ഇതിൽ ജർമ്മനിയുടെ കാര്യത്തിൽ വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ബിൽഡിൽ ഒരു ഇതിനെക്കുറിച്ചുള്ളൊരു വിശകലനം ഉണ്ടായിരുന്നു. അവരുടെ ടീമിനെ കുറിച്ചുള്ള അവരുടെ പ്രതീക്ഷകൾ എന്താണ്. അപ്പോൾ ജർമ്മൻ ക്യാമ്പിൻ്റെ തന്നെ ഒരു വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ ജർമ്മനി ക്വാർട്ടർ ഫൈനൽ വരെ എത്തിയാൽ സക്സസ് ആയി, അതിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ ഗ്രേറ്റ് സക്സസ് ആയിരിക്കും എന്നാണ് അവർ കണക്ക് കൂട്ടുന്നത്. ആ ഒരു ടീം തന്നെ അങ്ങനെയാണ്, ടീമിൻ്റെ തലപ്പത്തിരിക്കുന്നവരുടെ ഒരു വീക്ഷണം എന്ന് പറയുന്നത്. അതായത് കഴിഞ്ഞ 2 വേൾഡ് കപ്പുകളിലും ഗ്രൂപ്പ് സ്റ്റേജ് കടന്നിട്ടില്ല. പിന്നെ നഗൽസ്മാൻ്റെ കീഴിൽ ടീം ഇങ്ങനെ ബിൽഡ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഈ ഒരു വേൾഡ് കപ്പിൽ ക്വാർട്ടർ ഫൈനൽ എത്തിയാൽ പോലും നല്ല നേട്ടമാണെന്ന് പറയുന്നു. എന്ത് കരുതുന്നു? അത് അത്രയൊക്കെ ഉള്ളൂ ടീം. ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്ന അങ്ങനെയൊന്നുമല്ല, അതൊരു പക്ഷേ ഓരോരുത്തരുടെ വിലയിരുത്തലുകളാവാം. പക്ഷേ ജർമ്മനിയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 വേൾഡ് കപ്പിൽ നിന്ന് നോക്കൗട്ട് സ്റ്റേജിലേക്ക് എത്താതെ പുറത്തായത് ഒരു പക്ഷേ ഒരു ഫയറായിട്ട് ഉള്ളിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. എസ്പെഷ്യലി നാഗൽസ്മാനെ പോലുള്ള വളരെ യങ്ങായിട്ടുള്ള കോച്ച്, വളരെ ആക്റ്റീവാണ്, എനർജറ്റിക് ആയിട്ടുള്ള ഒരാളാണ്. മുമ്പരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഒരു വിഷന് നമ്മളൊക്കെ ഉണ്ടാവാം, നേടണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനം ഒരു പക്ഷേ ഉള്ളിലുണ്ടാവും, വിഷൻ ഉണ്ടായിരുന്നിരിക്കും. അതുകൊണ്ടാണ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വിരമിച്ചിരുന്ന ഒരു ഗോൾ കീപ്പറെ തിരിച്ചു കൊണ്ടുവരുന്നത്. ഒരു പക്ഷെ അദ്ദേഹത്തിന് കഴിയും എന്നുള്ള കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ടൊക്കെ മാക്സിമം കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഉള്ളിലൊരു സ്പാർക്ക് കളിക്കാരിൽ ഉണ്ടാക്കാനൊക്കെ ഒരു പക്ഷേ സാധിച്ചിട്ടുണ്ടാവും. ന്യൂ ഇയർ പോലെ ഒരാളുടെ എക്സ്പീരിയൻസും ലീഡർഷിപ്പ് ക്വാളിറ്റിയും കൂടി ഇത്തരം ടൂർണമെൻറ്റുകൾക്ക് ആവശ്യമാണ് എന്നുള്ളത് കൂടി കണ്ടിട്ടായിരിക്കണം അത്തരം ഒരു തീരുമാനത്തിലേക്ക് എന്തായാലും പോയത്. എന്തായാലും ജർമ്മനിയുടെ കാര്യത്തിൽ ഇനി എന്ത് സംഭവിക്കുന്നുള്ളത് കണ്ടറിയണം. അവരുടെ എതിരാളികൾ ആരാണ് എന്നുള്ളത് തീരുമാനമായിട്ടില്ല, അത് പിന്നാലെ വരും. ഏതായാലും ഇക്കഡോറും വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് 32 കടന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മളെല്ലാവരും ഉറ്റുനോക്കിയത് ഗ്രൂപ്പ് Fലെ പോരാട്ടങ്ങളായിരുന്നല്ലോ. നെതർലൻഡ്സ് ആണോ, ജപ്പാനാണോ, സ്വീഡനാണോ, ആരാണ് ബ്രസീലിനെതിരെ വരിക എന്നുള്ളതാണ്. ഒടുവിലിപ്പോൾ ജപ്പാൻ വന്നിട്ടുണ്ട്. എന്തു പറയുന്നു? ബ്രസീലിന് കാര്യങ്ങൾ എളുപ്പമായോ ബുദ്ധിമുട്ടാവുമോ? നമ്മൾ സ്വീഡനാണ് നല്ലതെന്ന് പറഞ്ഞിരുന്നു. കുറച്ചുകൂടി സ്വീഡനാണ് ഒന്നുകൂടി നല്ലത്. എനിക്കൊന്ന് ജപ്പാനും സ്വീഡൻ തമ്മിലുള്ള കളിയിൽ നിന്നൊക്കെ ബോധ്യമായത്. ഒന്നാമച്ചെങ്കിൽ അവർക്ക് പറയാൻ ആ ഒരു അറ്റാക്കിംഗ് ലൈൻ തന്നെയുള്ള കാര്യമായിട്ട് ഇപ്പോൾ ഒന്നുകൂടി വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കളി, വളരെ ടീമായിട്ട് ഒരു യൂണിറ്റ് എന്ന നിലയിൽ കളിച്ചതൊക്കെ ഒന്നുകൂടി നല്ല പാസും രീതിയിലൊക്കെ ഒത്തിണക്കത്തോടെ കളിച്ചത് ജപ്പാനാണ്. സ്വീഡനെ സംബന്ധിച്ചിടത്തോളം വരികയായിരുന്നെങ്കിൽ ബ്രസീൽ ഒന്നുകൂടി എളുപ്പമാവും, കാരണം ഗോൾ അടിക്കാൻ ഒന്നുകൂടി എളുപ്പമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബാക്ക് ലൈൻ ഒന്നുകൂടി വൾണറബിൾ ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ജപ്പാനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഏത് പ്ലേയേഴ്സും ഇപ്പോൾ നമ്മൾ ഒരു ബോൾ എന്ന് പറയുന്നത് പെട്ടെന്ന് നമ്മളെന്താ പറയുക, നമ്മളൊരു ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ മറ്റുള്ള എതിരാളികൾ എങ്ങനെയാണ് കളിക്കുന്നത് ഒരു ആറ്റിറ്റ്യൂഡ്. ഇപ്പോൾ എക്വഡോറിനെ സംബന്ധിച്ചിടത്തോളം വെച്ചെങ്കിൽ അവർ എന്ത് ചെയ്യാനും തയ്യാറായിരുന്നു. അപ്പോൾ നമ്മൾ ബോള് പൊസസ് ചെയ്ത് കയ്യിൽ വെച്ച് കൊണ്ടിരുന്നിട്ട് മറ്റുള്ളവർ എന്തായാലും വന്ന് എടുക്കും എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ, ഒരു ആൻറ്റിസിപ്പേഷൻ വേണം. അപ്പോൾ സ്വീഡനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ജപ്പാൻ എങ്ങനെയെങ്കിലും ജയിക്കണം എന്നൊക്കെ ഉള്ള ഒന്നുകൂടി ദാഹം സ്വീഡനെ അപേക്ഷിച്ച് കൂടുതലുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ സ്വീഡൻ എന്ന് പറഞ്ഞാൽ അത്രമാത്രം ദാഹം എന്നൊന്നും പറയാനൊന്നുമല്ല ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും ജപ്പാൻ വേഴ്സസ് ബ്രസീൽ മത്സരം ഒരു കിടിലൻ പോരാട്ടമായിരിക്കും വിചാരിക്കാം. അതിൽ സാധ്യത ആർക്കാണ് ഇപ്പോൾ സാർ പറയാം? നെതർലാൻഡ്സിനെ ഒഴിവാക്കാൻ പറ്റിയെന്നുള്ളത് ബ്രസീലിനെ സംബന്ധിച്ചുള്ള ആശ്വാസം തന്നെയായിരിക്കും. കാരണം നെതർലാൻഡ്സ് 3 കളിയിലും വളരെ ആധികാരികമായിട്ട് വിജയിച്ച് വളരെ സുപ്രീം കോൺഫിഡൻസിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം അവരെ തൽക്കാലം റൗണ്ട് ഓഫ് 32 ആണ്, 60 കൂടിയല്ല. ഒരു ക്വാർട്ടർ ഫൈനലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഈ റൗണ്ടിൽ തന്നെ എതിരിടുക എന്ന് പറയുമ്പോൾ അപ്പോൾ ഒന്നുകൂടി എനിക്ക് തോന്നുന്നു ജപ്പാൻ വളരെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു
ഒപ്പണൻസ് ആയിരിക്കും ഇവർ എന്നാണ് എനിക്ക് തോന്നുന്നത്, ജപ്പാന്. ഏതായാലും ജപ്പാൻ്റെ താരങ്ങളും കോച്ചും ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ബ്രസീലിനെ തോൽപ്പിക്കും എന്നാണ്. അവർക്ക് ആ കഴിഞ്ഞ നവംബർ മാസത്തിലെ ഫ്രണ്ട്ലി മത്സരം വലിയ ആത്മവിശ്വാസം കൊടുക്കുന്നുണ്ട്, അത് അവരെടുത്ത് പറയുന്നുമുണ്ട്. പക്ഷേ ഫ്രണ്ട്ലി മത്സരം പോലെ ആവില്ല വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. അത് വേൾഡ് കപ്പിലെ നോക്കൗട്ട് സ്റ്റേജ്. ബ്രസീൽ കുറച്ചുകൂടി തിളക്കമൊക്കെ കാണിച്ച് തുടങ്ങുന്ന ഈ ഒരു ഘട്ടത്തിൽ അതൊരു കിടിലൻ മത്സരമായിരിക്കും എന്ന കാര്യത്തിൽ നമുക്ക് തർക്കം വേണ്ട. പിന്നെ ഇപ്പോൾ ഈ വേൾഡ് കപ്പിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ലാറ്റിൻ അമേരിക്കൻ ടീമുകളോട് യൂറോപ്യൻ ടീമുകൾ ജയിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് സാധാരണഗതിയിൽ ആളുകളുടെ ഒരു വിചാരം ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിനേക്കാൾ എത്രയോ മെച്ചപ്പെട്ടതാണ് യൂറോപ്യൻ ഫുട്ബോൾ എന്ന് ഒരിക്കൽ എംബാപ്പെ അങ്ങനെ പറയുകയും ചെയ്തു. അത് പിന്നെ വലിയ വിവാദമൊക്കെ ആയി. അപ്പോൾ ഈ വേൾഡ് കപ്പിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ ടീമുകളോട് യൂറോപ്യൻ ടീമുകൾ ജയിച്ചിട്ടില്ല. അതൊന്ന് ഞാൻ അതിൻ്റെ കണക്കും തപ്പിയെടുക്കാൻ വേണ്ടി ശ്രമത്തില്ല. യെസ്, അതായത് തുർക്കി വേഴ്സസ് പരാഗ്വേ മത്സരം പരാഗ്വേ 1-0 ജയിക്കുകയാണ് ചെയ്തത്. അർജൻറ്റീന വേഴ്സസ് ഓസ്ട്രിയ മത്സരം അർജൻറ്റീന 2 ഗോളുകൾക്ക് ജയിക്കുക ചെയ്തത്. ബ്രസീൽ വേഴ്സസ് സ്കോട്ട്ലൻഡ് മത്സരം ബ്രസീൽ 3 ഗോളുകൾക്ക് ജയിക്കുക ചെയ്തത്. ഇപ്പോൾ ഇക്വഡോർ വേഴ്സസ് ജർമ്മനി മത്സരം 2-1 ഇക്വഡോർ ജയിക്കുക ചെയ്തത്. ജർമ്മനിക്ക് ആശ്വാസം, മറ്റു ടീമുകൾ ആരും ഗോൾ അടിച്ചിട്ടില്ല, ഞങ്ങളൊരു ഗോളെങ്കിലും അടിച്ചിട്ടുണ്ടല്ലോ എന്ന് ആശ്വസിക്കാമെന്ന് മാത്രം. അപ്പോൾ എന്താണ് ഈ ലാറ്റിൻ അമേരിക്ക യൂറോപ്പ് ഫുട്ബോൾ ആ ഒരു ഗ്യാപ്പ് അവസാനിച്ചോ? അല്ല, അങ്ങനെ ഗ്യാപ്പ് എന്നതിനുപരി ഇപ്പോൾ എക്കാലത്തും ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിൽ നടക്കുന്ന ടൂർണമെൻറ്റിൽ അവിടുത്തെ രാജ്യങ്ങൾ ഒന്നുകൂടി നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണം മെക്സിക്കോയുടെ കാര്യത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് ചാമ്പ്യൻസ് 3 കളി വിജയിച്ച് വളരെ ആധികാരികമായിട്ട് വിജയിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അതേപോലെ നമ്മൾ ടൂർണമെൻറ്റുകൾ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് നമ്മൾ ലോകകപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉറുഗ്വേ, അർജൻറ്റീന ആദ്യം 1978 86 എടുത്തത്, അതേപോലെ തന്നെ ബ്രസീൽ ചാമ്പ്യൻസ് ആയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിൽ അവിടെ നടന്ന ലോകകപ്പുകളിൽ ഈ രാജ്യങ്ങൾ നല്ല രീതിയിൽ പൊതുവെ പെർഫോം ചെയ്യാറുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് വരുന്നൊരു കോൺഫിഡൻസ്, ഹോസ്റ്റുകളാണ്, അതേപോലെ തന്നെ ആ ഒരു സറൗണ്ടിങ്സിലുള്ള അതുമാടി ഫെമിലിയർ ആണ് സിറ്റുവേഷൻസ് എന്നുള്ളത് കൊണ്ടൊക്കെ വരുന്നൊരു കോൺഫിഡൻസ് നിന്ന് വരുന്ന വിജയങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അത് മെക്സിക്കോയിൽ നടന്ന വേൾഡ് കപ്പുകൾ വിജയിച്ചത് ആരാണെന്ന് നോക്കിയാൽ മതി നേരത്തെ. അപ്പോൾ അതിൻ്റെ കാര്യം വളരെ വ്യക്തമാവും. നമ്മൾ മെക്സിക്കോയെ കൂടി ഈ തെക്കേ അമേരിക്കയുടെ അടുത്ത് കിടക്കുന്നതാണല്ലോ, അങ്ങനെ അങ്ങ് ചേർത്ത് പറയുന്നത് ഈ അയൽ രാജ്യങ്ങൾ എന്ന രൂപത്തിൽ അതൊരു കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ കഴിഞ്ഞ വേൾഡ് കപ്പിന് മുമ്പാണ് എംബാപ്പയുടെ പ്രസ്താവന ഉണ്ടായിരുന്നത്, ലാറ്റിൻ അമേരിക്കയിലെ ഫുട്ബോൾ ഞങ്ങൾ യൂറോപ്യന്മാരുടെ ഫുട്ബോളിൻ്റെ അത്ര ഡെവലപ്ഡ് ഒന്നുമല്ല. പക്ഷെ അതിന് അന്ന് ടിറ്റയും, അതായത് അന്നത്തെ ബ്രസീലിനെ കുറിച്ച് ടിറ്റയും പിന്നെ അർജൻറ്റീനയുടെ കുറേ താരങ്ങളൊക്കെ വായ കൊണ്ട് മറുപടി കൊടുക്കുന്നു. അപ്പോൾ പിന്നെ കളിക്കളത്തിൽ തന്നെ അവർ കപ്പെടുത്തുകൊണ്ട് അർജൻറ്റീന മറുപടിയും കൊടുത്തതാണ്. യെസ്, പക്ഷെ അത് ഞാൻ പറഞ്ഞതിനർത്ഥം ഇപ്പോൾ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് ഒരിക്കലും യൂറോപ്യൻ കൺട്രീസിനെ ചാലഞ്ച് ചെയ്യാൻ പറ്റുന്ന എല്ലാം വരുന്ന ടീമുകളല്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അവർ എടുത്തിട്ടുള്ള വേൾഡ് കപ്പ് വിജയിച്ച് തന്നെ നമുക്ക് തെളിവുകളായിട്ടുണ്ട്, അവിടെ എണ്ണൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ഒരു പ്രവണത ട്രെൻഡിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ജനറലി ഇങ്ങനെയുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാകുന്ന അതാണ്. അതായത് തങ്ങളുടെ തൊട്ടടുത്ത സറൗണ്ടിങ്സിൽ തന്നെ കളി നടക്കുമ്പോഴുള്ള ഒരു ആത്മവിശ്വാസം ഒന്ന് വേറെ തന്നെ ആയിരിക്കും. അതിൻ്റെ കൂടെ ഇപ്പം ഈ ഗ്യാപ്പ് എന്നൊക്കെ പറയുന്നത് ഇപ്പം അല്ലെങ്കിലും ഇല്ല. കാരണം ഈ താരങ്ങളൊക്കെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്ക് വേണ്ടി കളിക്കുന്ന താരങ്ങളൊക്കെ മിക്കവാറും യൂറോപ്പിൽ പോയിട്ട് ലീഗ് കളിക്കുന്നവരാണ്. ഇന്നിപ്പോൾ ആ പറയുന്ന വ്യത്യാസമൊന്നും നിലവിലില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഏതായാലും ജർമ്മനിക്കും കിട്ടി എന്നുള്ള. ജർമ്മനി ഇതിനു മുമ്പ് ഫിഫ വേൾഡ് കപ്പിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളോട് ഒരിക്കൽ പോലും ഫൈനലിലല്ലാതെ തോറ്റിട്ടില്ല. ആകെ 2 വട്ടം തോറ്റത് ഫൈനലിലാണ്. ഒന്ന് അർജൻറ്റീനയോട് 86-ലും പിന്നെ ഒന്ന് 2002 ബ്രസീലിനോടുമാണ്. മറ്റ് ഒരിക്കൽ പോലും ഗ്രൂപ്പ് സ്റ്റേജിലോ ഒന്നും ലാറ്റിൻ അമേരിക്കക്കാരോട് തോറ്റിട്ടുണ്ടായിരുന്നില്ല. ഇത്തവണ ആ പണി എടുത്തു ഇക്വഡോർ എന്നുള്ളതും കൂടി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഇപ്പോൾ ഇന്ന് ഒരു അൺബീറ്റൺ റൺ കൂടിയാണ് അവിടെ നിന്നത്. സെക്കൻഡാണ് അവരുടെ ആക്ച്വലി എന്താ പറയുക, തോന്നുന്നു 80 എങ്ങാണ്ട് അവരുടെ ഏറ്റവും മികച്ചൊരു അൺബീറ്റൺ റൺ ഉണ്ടായത്. അതിന് ശേഷം ഉള്ളൊരു റണ്ണാണ് ഇപ്പോൾ ജർമ്മനിയുടെ. എൻ്റെ ശ്രദ്ധയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് പെട്ടിട്ടില്ല. ഏതായാലും ഇന്നത്തെ കളികൾ കൂടി ജസ്റ്റ് ഒന്ന് നമ്മൾ ടച്ച് ചെയ്ത് പോവുകയാണ്. അതിൽ 2 കളികൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. ഒന്ന് നോർവേ വേഴ്സസ് ഫ്രാൻസും മറ്റൊന്ന് ഉറുഗ്വായ് വേഴ്സസ് സ്പെയിനും. അതിൽ നോർവേ വേഴ്സസ് ഫ്രാൻസിൽ നിന്ന് തുടങ്ങാം. എന്ത് പറയുന്നു, നോർവേ വേഴ്സസ് ഫ്രാൻസ് 2 ടീമും ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞതാണ്. അതുകൊണ്ട് അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല, പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആണ്. എംബാപ്പെ ഹാലൻഡ് മറുഭാഗത്ത് വരുമ്പോൾ അതിലൊരു ശ്രദ്ധിക്കേണ്ട സംഭവം, ഹാളണ്ടിൻ്റെ ചിറകിലേറി ഒരു നിശബ്ദ വിപ്ലവം അവിടെ
നോർവേ നടത്തുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ 2 കളികൾ നമ്മൾ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പെർഫോമൻസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ആധികാരികമായിട്ടുള്ള വിജയമാണ്. ഒന്ന് ഇറാഖിനായിട്ട് 4-1 വിജയം, പിന്നെ മറ്റൊന്ന് വിജയ ഗ്രൂപ്പിലുള്ള വിജയം. എന്തായാലും 2 വിജയങ്ങളും ഏറ്റവും മികച്ച നല്ല രീതിയിൽ ഉള്ള വിജയങ്ങളായിരുന്നു എന്നുള്ളതാണ്. അല്ല, ഇപ്പോൾ ഹാളണ്ടും അതേപോലെ തന്നെ. പിന്നെ 4 ഗോൾ അടിച്ചു അല്ലേ, 2 കളിയായിട്ട് 4 ഗോൾ അടിച്ചു, 4 ഗോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഹാളണ്ടിൻ്റെ ഒരു പ്രസൻസ്, അപ്പോൾ ലീഡ് ചെയ്യാൻ നല്ലൊരു ലീഡർഷിപ്പും, പിന്നെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന, ഇപ്പോൾ നിലവിലിപ്പോൾ വേൾഡിലെ സൂപ്പർ സ്റ്റാറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ടീമും തന്നെ വളരെ ഇപ്പോൾ ഒരു ബാലൻസ് നല്ല രീതിയിൽ ഒത്തിണക്കത്തോടെ കളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നോർവെ സംബന്ധിച്ചിടത്തോളം അവർ ആദ്യം ഇറാഖിനെ 4-1 തോൽപ്പിച്ചു, പിന്നെ സെനഗലിനെതിരെ 3-2 ഒരു കിടലൻ വിജയം നേടി. നോർവെ പിന്നെ മികച്ച ടീമാണെന്ന് എല്ലാവർക്കും അറിയാം. അവരുടെ ഒഡേഗാർഡും അതുപോലെ തന്നെ സോർലോത്തും പിന്നെ ഏർലിംഗ് ഹാലൻഡും ഒക്കെ ചേരുമ്പോൾ ഒട്ടും എളുപ്പമാവില്ല അവരെ തടയാൻ. പക്ഷേ ഇപ്പുറത്ത് ഫ്രാൻസാണ്, വെടിച്ചിൽ അറ്റാക്കിങ് നിരയും ഡിഫൻസും. എന്തെങ്കിലും ഒരു സംശയങ്ങൾ ഉണ്ടെങ്കിൽ മധ്യനിരയിൽ മാത്രമേ ഉള്ളൂ. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, ഈ നോർവെ വേഴ്സസ് ഫ്രാൻസ് മത്സരം ആര് ജയിക്കുന്നതാണ് സാറ് പ്രതീക്ഷിക്കുന്നത്? നോർവേ നല്ലൊരു മത്സരം കൊടുക്കുന്നുള്ള യാതൊരു സംശയമില്ല. പക്ഷേ ഒന്നുകൂടി എക്സ്പീരിയൻസും ഒക്കെ ഈ തലത്തിൽ കൂടുതലായിട്ട് കളിച്ച മത്സര പരിചയമുള്ള ടീം എന്നുള്ള നിലക്ക് ഫ്രാൻസ് വിജയിക്കും തന്നെയാണ്. ഫ്രാൻസിനുള്ള സാധ്യതയാണ് സാറ് കാണുന്നത്. ഒരു സ്കോർ ലൈന് പറയുകയാണെങ്കിൽ? സ്കോർ ലൈന് ഫ്രാൻസിൻ്റെ സ്വഭാവം വെച്ച് ഞാനൊരു 3-1 സ്കോർ പറയും. 3-1 ഒരു വിജയം ഫ്രാൻസ് നേടുന്നതാണ് സാറ് പറയുന്നത്. പിന്നെ ഇന്ന് ഉറുഗ്വായ് സ്പെയിൻ മത്സരമുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നാളെ രാവിലെ 5:30 ആ കളി. അത് ആ ഗ്രൂപ്പിൻ്റെ ഒരു സ്വഭാവം അറിയാലോ. സ്പെയിൻ 4 പോയിൻറ്റോടെ നിൽക്കുന്നു, പക്ഷെ ഉറുഗ്വായും കേപ്പ് വെർദയും 2 വീതം പോയിന്റുകളുമായിട്ട് നിൽക്കുകയാണ്. ഇന്ന് കേപ്പ് വെർദയുടെ കളി ആണെങ്കിൽ സൗദി അറേബ്യക്കെതിരെയാണ്. അത് സൗദി അറേബ്യക്ക് പോലെ സാധ്യത ഉണ്ടെന്നുള്ളതാണ്. അതെ, അതാണ് ആ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത. അപ്പോൾ സ്പെയിൻ വേഴ്സസ് ഉറുഗ്വായ് മത്സരം എന്ത് സംഭവിക്കും? ഉറുഗ്വായ് ഈ ബിയൽസയുടെ തന്ത്രങ്ങൾക്കനുസരിച്ച് ഇറങ്ങി സ്പെയിൻ ഒരു പണി കൊടുക്കും. സ്പെയിന് വിജയിക്കാനായിട്ട് കളിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയെങ്കിലും വിജയിക്കുക എന്ന് പറയുന്നത് ഇക്വഡോർ കളിച്ച പോലെ തന്നെ നല്ല രീതിയിൽ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം റിസൾട്ട് ആ ഗ്രൂപ്പിൽ എങ്ങനെയാണ് മാറ്റങ്ങൾ വരുന്നത്, സെക്കൻഡ് പൊസിഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഒരവസ്ഥ ഒരു പക്ഷേ അർജന്റീനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങനെയെങ്കിലും നല്ല ഗോൾ അടിച്ചിട്ട് വിജയിക്കുക യുറുഗ്വായിട്ട് എന്നുള്ളത് തന്നെയാവും സ്പെയിനിൻ്റെ ഒരു ശ്രമം. തീർച്ചയായിട്ടും ഭാഗത്ത് ഉറുഗ്വായാണ്. അതെ, ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളത് ഓർക്കുക. അപ്പോൾ ഉറുഗ്വ ഇപ്പോൾ 2ാം സ്ഥാനത്ത് ഉറുഗ്വ വരികയാണെങ്കിൽ രണ്ടാമത് വരുമോ എന്നുള്ളത്, തോറ്റാ പിന്നെ വരാനുള്ള കാര്യം ബുദ്ധിമുട്ടാണ്. കാരണം അപ്പുറത്ത് കേപ്പ് വെർദെ വിജയിച്ചാൽ കേപ്പ് വെർദെ കയറി പോകുന്ന അവസ്ഥ വരും. അതല്ല സൗദി അറേബ്യ വിജയിച്ചാൽ സൗദി അറേബ്യ കയറി പോകുന്ന അവസ്ഥയാണ്. അപ്പോൾ ഉറുഗ്വയ്ക്കും തോറ്റാ പണി കിട്ടും, നന്നായിട്ട് പണി കിട്ടും. അതുകൊണ്ട് അവർ ജയിക്കാൻ തന്നെ ശ്രമിക്കും. ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് ഉറുഗ്വ 2ാം സ്ഥാനത്ത് വരുന്നു നോക്കുക. അതായത് ഉറുഗ്വ സമനില പിടിച്ചാൽ 3 പോയിന്റ് ആവുമല്ലോ. അതുപോലെ കേപ്പ് വെർദെ സൗദി അറേബ്യ മത്സരം സമനിലയായാലും ഉറുഗ്വയ്ക്കും കേപ്പ് വെർദെക്കും ഒരേ പോയിന്റ് വരികയും അവർ 2ാം സ്ഥാനം കൊണ്ട് ഒരു പക്ഷേ ഉറുഗ്വ കയറി പോകാം. അങ്ങനെയാണെങ്കിൽ അർജന്റീന വേഴ്സസ് ഉറുഗ്വ മത്സരം വരും. അത് ഒരു ലാറ്റിൻ അമേരിക്കൻ മാച്ച് വരാനുള്ള സാധ്യത ഉണ്ടാവും. അവിടെ അർജന്റീനക്കാണോ സാധ്യത കൂടുതൽ? ഉറുഗ്വായ് അർജന്റീന വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിലെ ഫോം വെച്ചിട്ട് അർജന്റീന വിജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഉറുഗ്വയുടെ റീസെൻ്റ് പെർഫോമൻസ് ആണെങ്കിൽ അത്രമാത്രം വളരെ ഒരു എംഫാറ്റിക് ആയിട്ടുള്ള വിക്ടറീസ് ഒക്കെ വളരെ കുറവാണ്, കൺവിൻസിങ് ആയിട്ടുള്ള വിജയങ്ങൾ കുറവാണ്. ലൂയിസ് സുവാരസ് ഒക്കെ നിലവിലുള്ള ജേതാക്കൾ എന്നുള്ള രീതിയിൽ നോക്കൗട്ടിൽ അതേപോലെ തന്നെ തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഒരുപക്ഷെ അർജന്റീന ഉറുഗ്വയെ മറികടക്കുന്നതിനെ തോന്നുന്നു. അപ്പോൾ അർജന്റീനക്കാണ് ഉറുഗ്വയ്ക്കെതിരെ കളി വരികയാണെങ്കിൽ കൂടുതൽ സാധ്യത എന്നാണ് വിലയിരുത്തുന്നത്. ഏതായാലും വേൾഡ് കപ്പ് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ രൂപത്തിലേക്ക് പോവുകയാണ്. കൊളംബിയ വേഴ്സസ് പോർച്ചുഗൽ മത്സരം നമുക്ക് നാളെ എന്ന് പറയുമ്പോൾ മറ്റന്നാൾ പുലർച്ചെ നമുക്ക് വരാനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാച്ചുകളിലേക്ക് പോകുന്നു. ഇപ്പോൾ ഓൾറെഡി തീരുമാനിക്കപ്പെട്ട കുറച്ച് നോക്കൗട്ട് സ്റ്റേജ് മത്സരങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിലൊന്ന് നെതർലൻഡ്സ് വേഴ്സസ് മൊറോക്കോ മാച്ച്, അതുപോലെ തന്നെ ബ്രസീൽ വേഴ്സസ് ജപ്പാൻ മാച്ച്, കാനഡ സൗത്ത് ആഫ്രിക്ക. അതിൽ രണ്ടാമതൊരു ടീം റൗണ്ട് ഓഫ് 16 പോകാൻ പോവുകയാണ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എൻ്റെ ചോദ്യം, ഈ നോക്കൗട്ട് സ്റ്റേജിൽ വമ്പന്മാർ തമ്മിൽ ഇപ്പോൾ നെതർലൻഡ്സ് മൊറോക്കോ കിടലൻ മാച്ചായിരിക്കും. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ അർജന്റീന സ്പെയിൻ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അർജന്റീന ഉറുഗ്വ വരികയാണെങ്കിൽ അതൊരു കിടലൻ മാച്ചായിരിക്കും. സോ ഈ വേൾഡ് കപ്പിനെ അങ്ങോട്ട് മുറുകുകയാണ്. അതെ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ബ്രസീലിൻ്റെ ഒരു വിജയം ജപ്പാനെതിരെ ഉണ്ടാവുമെന്ന് വെക്കുക,
അപ്പുറത്ത് നെതർലൻഡ്സ് മൊറോക്കോ മാച്ച് ആര് ജയിക്കുന്ന കരുതുന്നത്? ഭയങ്കര ടഫാണ് ക്വസ്റ്റ്യൻ. നെതർലാൻഡ്സ്, പക്ഷെ മൊറോക്കോ, എനിക്ക് തോന്നുന്നു മൊറോക്കോ ബ്രസീലായിട്ട് വന്ന ആദ്യത്തെ മത്സരം ഉണ്ടല്ലോ, ആ ഒരു മത്സരത്തിൻ്റെ നിലവാരത്തിൽ നിന്ന് മത്സരത്തിൽ വന്ന് താഴെ പോയി എന്നുള്ള ഇത് വന്നു. എനിക്ക് തോന്നുന്നു ബ്രസീലിനായിട്ട് ആദ്യ മത്സരം ബ്രസീലിനായതുകൊണ്ടും എങ്ങനെയെങ്കിലും ഗ്രൂപ്പ് ഘട്ടം കടക്കണം എന്നുള്ളത് കൊണ്ടൊക്കെ ഒന്നുകൂടി ഏറ്റവും നല്ല രീതിയിൽ പ്രിപ്പറേഷനോട് കൂടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവർ നല്ല ഷേപ്പിൽ വന്ന് നല്ല ആറ്റിറ്റ്യൂഡോട് കൂടി നല്ല കളി കളിച്ച് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ റാങ്കിങ്ങിൽ അവർ മോശമൊന്നുമല്ല, നല്ല പറയണത്, നല്ല റീസണിൽ ഫുട്ബോൾ കളിച്ച ടീമുകൾ തന്നെയാണ്. പക്ഷേ ഒന്ന് ഇതേപോലെ തന്നെ ഒരു നിലവാരത്തിൽ കുറച്ച് താഴേക്ക് പോയോ എന്നുള്ള സംശയം വന്നിട്ടുണ്ട്. ഇപ്പോൾ നെതർലൻഡ്സ് പറയണമെങ്കിൽ ഇപ്പോൾ വളരെ കോൺഫിഡൻസിൻ്റെ വളരെ പീക്കിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നല്ല രീതിയിൽ ഒത്തടക്കത്തോടെ കളിക്കുന്നുണ്ട്. അപ്പോൾ മൊറോക്കോ ആയിട്ട് കളി വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു കോണ്ടസ്റ്റൻ്റ് ആയിരിക്കും, യാതൊരു സംശയമില്ല. പക്ഷേ ഫൈനലി നെതർലൻഡ്സ് വിജയിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും നെതർലൻഡ്സ് ആണ് ഇപ്പോൾ ഏറ്റവും നല്ല രൂപത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ടീം എന്ന നിലയിലാണ് സാറിൻ്റെ ആ ഒരു നിരീക്ഷണം. ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കട്ടെ. നമുക്ക് ഇതുവരെയുള്ള വേൾഡ് കപ്പ് മത്സരങ്ങളിൽ 19 ടീമുകളാണ് നിലവിൽ റൗണ്ട് ഓഫ് 32 യോഗ്യത നേടിയിട്ടുള്ളത്. ബാക്കി ടീമുകൾ ഇപ്പോൾ ഇന്നും നാളെയൊക്കെ ആയിട്ട് യോഗ്യത നേടും. ഈ 19 ടീമുകൾ, ഇപ്പോൾ ഉള്ള 19 ടീമുകൾ മെക്സിക്കോ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ജർമ്മനി, അർജൻറ്റീന, ഫ്രാൻസ്, നോർവേ, കൊളംബിയ, സ്വിറ്റ്സർലൻഡ്, കാനഡ, ബ്രസീൽ, മൊറോക്കോ, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, സൗത്ത് ആഫ്രിക്ക, ഐവറി കോസ്റ്റ്, ഇക്വഡോർ, നെതർലൻഡ്സ്, ജപ്പാൻ, സ്വീഡൻ, ഓസ്ട്രേലിയ. അപ്പോൾ 2 ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിൻ്റെ ബേസിലാണ്, ഈ ക്വാളിഫൈ ചെയ്ത ടീമുകളുടെ ബേസിൽ. ഒന്ന്, ഇതിൽ റൗണ്ട് ഓഫ് 32 എത്തിയതിൽ ഇപ്പോൾ ഇനിയിപ്പോൾ ഇന്നൊക്കെ ഇതിൽ മാറ്റം വരാം, നിലവിൽ സാറിന് ഞെട്ടിച്ച ഒരു എൻട്രി ഏത് ടീമിൻ്റെ റൗണ്ട് ഓഫ് 32? യാതൊരു സംശയമില്ല, സൗത്ത് ആഫ്രിക്ക. യാതൊരു സംശയമില്ല. ഫസ്റ്റ് മാച്ചിലൊക്കെ വളരെ മോശം പെർഫോമൻസ് നടത്തിയിട്ട് ഒരിക്കലും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എത്തിയ റൗണ്ട് ഓഫ് 32 എത്തിയ ടീമാണ് സൗത്ത് ആഫ്രിക്ക. ഇനിയിപ്പോൾ കാനഡയാണ്. കാനഡ മോശമെന്നല്ല, ഒരു എട്ടിപൊറിയൊക്കെ നടന്നാൽ റൗണ്ട് ഓഫ് 16 പോകാം. പക്ഷേ ഈ സൗത്ത് ആഫ്രിക്കയുടെ വരവ് ഇപ്പോൾ നമ്മൾ അട്ടിമറിയുന്ന അല്ല അപ്രതീക്ഷിതം അല്ലെങ്കിൽ നമ്മളെ അത്ഭുതപ്പെടുത്തി എന്ന് പറയുമ്പോഴും ഇന്നിപ്പോൾ കേപ്പറുടെ കാര്യം എന്ത് പറയും? ഇത് തിരുത്തി പറയും, അവരാണെന്ന് പറയും. എനിക്ക് തോന്നുന്നു ഒന്നുകൂടി സൗത്ത് ആഫ്രിക്ക അപേക്ഷിച്ച് ഒന്നുകൂടി നല്ലൊരു ആറ്റിറ്റ്യൂഡ് കാണിച്ച അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ കാണിച്ചിട്ടുള്ള ടീം കേപ്പ് വെർദെയാണ് എന്നുള്ളതാണ്. സൗത്ത് ആഫ്രിക്കയുടെ എൻട്രി തന്നെയാണ് അപ്പോൾ സർപ്രൈസിങ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഇപ്പോൾ ഈ കയറി വന്ന ടീമുകളിൽ ഒരു വിന്നറെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ, അതായത് വേൾഡ് കപ്പ് വിന്നറെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ആരെ പറയും? ഒരു ടീമിനെ പറയാന്ന് പറയണമെങ്കിലും നിലവിലെ സാധ്യത ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓരോരുത്തരും പ്രോഗ്രസ്, പല ടീമുകളും ഇപ്പോൾ 2 മത്സരം കഴിഞ്ഞുള്ളൂ. ഇപ്പോൾ ബ്രസീലിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കളി നല്ല കളി കളിച്ചിട്ടുള്ളത്. ഇപ്പോൾ അങ്ങനെ ഗ്രാജുവലി ഇങ്ങനെ നല്ല ഡെവലപ്മെൻ്റ് ആണ് ബ്രസീലിനെ സംബന്ധിച്ചുള്ള. അവരുടെ ഒരു രീതിയിലേക്ക്, തനതായ രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഫ്രാൻസ് അതേപോലെ 2 കളി കളിച്ചിട്ടുണ്ട്. അത് കളി വെച്ചപ്പോൾ വളരെ കോൺഫിഡൻസ് അവർക്ക് അറിയാം. ഇപ്പോൾ ടെക്നിക്കലി വളരെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ടീമാണ് ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം. അർജൻറ്റീന എന്ന് പറയുന്നത് കാലങ്ങളായിട്ട് ഇതേപോലെ തന്നെ ഇങ്ങനെ ഒരു വിന്നിങ് സ്ട്രീക്കിൽ അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇതിൽ സ്പെയിൻ അതേപോലെ തന്നെ ആദ്യത്തെ മത്സരത്തിൽ പറയിപ്പിച്ചിട്ട് രണ്ടാമത്തെ മത്സരത്തിലേക്ക് വന്നപ്പോൾ നല്ല കോൺഫിഡൻസോട് കൂടിയിട്ടാണ്. ജർമ്മനി ഞാൻ ആദ്യം നല്ല പ്രതീക്ഷ വെച്ച് പുലർത്തിയ ടീമാണ് ജർമ്മനി. തീർച്ചയായിട്ടും സ്പെഷ്യലി ഗുസ്താവോക്കെതിരെയൊക്കെ അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ അതേപോലെ തന്നെ ലീഡർഷിപ്പ്, ഗോൾ കീപ്പിങ്ങിൻ്റെ കേസിലൊക്കെ ചെറിയ ചെറിയ എന്തൊക്കെയോ ഒരു വിഷയങ്ങൾ നോക്കോളൂ. കാരണം ന്യൂ ഇയർ കൂടുതൽ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു തോന്നലാണ്. പിന്നെ അപ്പോൾ ഇതിലൊക്കെ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ ഞാനിപ്പോൾ വളരെ ടഫാണ് ടീമിനടുത്ത് പറയാറുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യുക? ഞാനൊരു 3 ടീം പറയാം. ഫ്രാൻസ്, അർജന്റീന ക്വാളിഫൈ ചെയ്ത് മാത്രമാണ്. പോർച്ചുഗലും സ്പെയിനൊക്കെ ഇനിയിപ്പോൾ ക്വാളിഫൈ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഫ്രാൻസ്, അർജന്റീന, ബ്രസീൽ, ഇതിൽ ആരെ പറയും കപ്പെടുക്കാൻ സാധ്യത? എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം ഒരു ഇൻറ്റ്യൂഷനാണ്. ബ്രസീൽ ഒരു ഫൈനലിലേക്ക് എത്തും എന്നുള്ളൊരു സംശയം, കപ്പെടുക്കും എന്നുള്ളൊരു ഇതിൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ ഇവോൾവ് ആയി ടീം വരുന്നത് കാണുമ്പോൾ പണ്ട് 2002 വേൾഡ് കപ്പ് നേടുമ്പോൾ ഫസ്റ്റ് കളി തുർക്കിക്കെതിരെ ഒട്ടും മികച്ച പ്രകടനം ആയിരുന്നില്ല. റിവാൾഡോയുടെ അഭിനയം കാര്യങ്ങളും പിന്നെ ഒരു ഇല്ലാത്ത പെനാൽറ്റി കിട്ടിയൊക്കെ ജയിച്ചാൽ പോകുന്നത്. പിന്നെ 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 അങ്ങനെ ഇവോൾവ് ചെയ്ത് പോയി. ഇംഗ്ലണ്ടിനെതിരെ കളിച്ച കളിയൊക്കെ സൂപ്പർ ആയിട്ടുള്ളൊരു കളിയായിരുന്നു.
അപ്പം അതേ രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളൊരു ഇൻഡ്യൂഷൻ സാറിൻ്റെ എന്നാണ് പറയുന്നത്. നോക്കാം നമുക്ക് ബ്രസീൽ കപ്പ് എടുക്കുമെന്ന്. എന്തായാലും നാളെ നമുക്ക് കൂടുതൽ വിശകലനങ്ങളായിട്ട് വീണ്ടും കാണാം.